ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള ക്യൂട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പോവാണ് കവായി കൊണ്ട്. അപ്പം ഞങ്ങൾ ഈ രണ്ട് ഇങ്ങനത്തെ ഒരു ബുക്ക്, ഒരു ഗ്രീറ്റിംഗ് കാർഡ്, കവായി ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഉണ്ടോന്നിട്ട് ഈ ഭാഗത്തും അങ്ങനെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും രണ്ടാൾക്കാർ ഉള്ളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് കാർഡാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് കവായി കാർഡാണ് ഇട്ടുണ്ടാക്കുന്നത്. അപ്പം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കാണിച്ചു തരാം. അപ്പം ഞങ്ങളടുത്ത് 3 കവായി ഷീറ്റ്സ് ഉണ്ട്. 4 ഗ്ലിറ്റർ പെൻസ് ഉണ്ട്. പിന്നെ കവായി കുറേ യൂസ് ചെയ്തതാണ്, നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതായത് ഞങ്ങൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കവായിസ് ഒക്കെ കുറേ യൂസ് ചെയ്തിന്. ഇതൊരു പിന്നെ കുറേ എനിക്ക് തന്നു ചെയ്തു. അങ്ങനെ അപ്പം ഉണ്ടാക്കണ ബാക്കിയുള്ള ഷീറ്റ്സ് നമ്മളെ കവായിട്ടിലെ ഷീറ്റ്സ് കുറച്ച് ഇതൊക്കെ പിന്നെ നമ്മൾ വേറെ ഒരു ബുക്കിലോട്ട് ചെയ്യുന്നത്, അതൊക്കെ എടുത്ത് നമ്മൾ യൂസ് ആക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ വാങ്ങാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം ഇത്രയും സാധനങ്ങളായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ഞങ്ങൾക്ക് ബുക്സ് പറിച്ചതാണ്. നടുപ്പേജ് നോക്കി പറിച്ചോ, നമുക്ക് ബുക്ക് പോലെ കിട്ടിട്ടോ. കണ്ടില്ലേ, ഒരു ഗ്രീറ്റിംഗ് കാർഡ് മോഡൽ. അപ്പോൾ ക്യൂട്ട് കവായിസ് ഉണ്ട്, നമുക്ക് ഇനി ചെയ്യാം. നമ്മൾ തുടങ്ങാം. കോപ്പി ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് അങ്ങനെ തുടങ്ങാം. ഇത് രണ്ടും നമ്മളൊരു ക്യൂട്ട് പെൻസിൽ എടുത്തിട്ട് എഴുതാണ്. ഇങ്ങനത്തെ ബുക്ക് നമുക്ക് എഴുതി തുടങ്ങാം. നമ്മുടെ ഫ്രണ്ടിൽ എഴുതേണ്ടതൊക്കെ നല്ല നീറ്റായി ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് റൈറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം നമ്മൾ ഫസ്റ്റ് ബെസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം സ്റ്റിക്കേഴ്സൊക്കെ പറിച്ചെടുത്ത് ഒട്ടിക്കാം. ഈ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ ചിലതാണെങ്കിൽ ആ ഷീറ്റുമെന്നാണ് പോരുന്നില്ല, നല്ല കട്ടിയിലവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരുവിധം പറിച്ചെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് പറിച്ചും വേണം. ചില സ്റ്റിക്കേഴ്സ് കീറും വേഗം. അതുകൊണ്ട് നല്ല നീറ്റിൽ തന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചില സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചുമ്പോൾ നടുവിൽ ഇങ്ങനെ എയർ കയറി പൊന്തിക്കണം. അങ്ങനെ ഒന്നുമില്ല, നല്ല നീറ്റിൽ ശ്രദ്ധിച്ച് വേണം ഇതൊട്ടിക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ നോക്കാം, ഇത് പഠിക്കണം. വീഡിയോയിൽ കുറച്ച് ഇങ്ങോട്ട് നീക്കണം. പിന്നെ ഇതിനോട് ഞാൻ അങ്ങോട്ട് നീക്കാൻ പറഞ്ഞതാണ്. ക്യൂട്ട് സ്റ്റിക്കറാണ്. സ്റ്റിക്കറാണെങ്കിൽ പറിച്ചാലും കിട്ടണില്ല. ഇതാണ് നേരത്തെ പറിച്ചാലും കേൾക്കാത്ത നിന്ന് വെച്ചാൽ മനസ്സിലാവും. പറഞ്ഞപ്പോൾ കയറി സാധനം ഒന്ന് കുറച്ച് എസ്തെറ്റിക് ആക്കാം. അപ്പം നമ്മളെ ഒരു ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ സ്റ്റാർസ് വരക്കാം. നമുക്ക് ഇതിൽ കുറച്ച് കുട്ടികളെ ഒട്ടിച്ചേക്കാം.
മൂന്നാമത്തെ കവായി ഗേളാണ്. കൊളായി സെറ്റ്. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടാ പറയണേ. സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലൊക്കെ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ബാക്കിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഒട്ടിക്കാൻ പോകുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കറാണ്. നമുക്ക് ഇതിലൊട്ടിക്കാൻ നമ്മുടെ ക്യൂട്ട് കവായി സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നടുവിലൊരു ഹേർട്ട് വരച്ചിട്ട് ഇത് പേരില്ല മമ്മി. രണ്ട് സൈഡിൽ കുറച്ച് ഹേർട്സ് വരച്ചെടുക്കണം. അപ്പം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായില്ലേ ഗയ്സ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഐറ്റംസ് ഒട്ടിക്കാം. രണ്ടും അങ്ങനെ നമ്മൾ ഒരുവിധം ഒട്ടിച്ചിക്കണമെങ്കിൽ അടുത്തതാണെങ്കിൽ എടുക്കണം. അത് ചിലപ്പോൾ അത് കിട്ടൂല എടുക്കുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു, രണ്ടെണ്ണം ഒട്ടിച്ചു. പിന്നെ കുറച്ച് ലവ് ചിഹ്നങ്ങളൊക്കെ വരച്ചു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മളൊരു ക്യൂട്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറേ സ്ഥലത്ത് ലവ് ചിഹ്നം ഇട്ടൊക്കെയാണ്. അവിടെയും ഇവിടെയൊക്കെ ഇട്ട് വെക്കുകയാണ്. പിന്നെ റീതോടെ ചെറിയ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എങ്ങനെയുണ്ട്. അടുത്തത് ഇതാണ്. പിന്നെ നമ്മളങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം രസമുണ്ടോ ഗൈസിൻ്റെ രസമുണ്ടോ? ആരുടെ രസമെന്ന് പറയൂ. എന്തായാലും രണ്ടാമത്തെ രസം ഉണ്ടാവുന്നല്ലേ പറയുന്നു. ഭാഗം പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നിൽക്കണോ ആവുമായിരിക്കും. ഇനി കുറച്ച് ഉള്ളത്തെ ഡിസൈനൊക്കെ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അകത്തും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒടിച്ചേക്കണം. ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചാൽ കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ അങ്ങനത്തെ കുറച്ച് പാറ്റേൺസും ഇതിവിടെ കുറച്ച് പാറ്റേൺസ് ഒട്ടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ സ്റ്റിക്കറുകൾ കിട്ടണമില്ല. നമ്മൾ സ്ഥലം മാറുകയാണ്. സ്ഥലം മാറണോ വേണ്ടേ? ഞങ്ങൾ സ്ഥലം മാറണ ഗൈസ്. മാറണോ? ഇതാണ് നമ്മൾ ഇന്ന് സ്ഥലമൊക്കെ മാറി ഗൈസ്. ഇനി ഞങ്ങൾ ഫൈനൽ ലുക്ക് മാത്രം കാട്ടിത്തരാം. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ എടുക്കണം. അല്ല സോറി,
നമ്മൾ ഫൈനൽ ലുക്ക് ആയിട്ട് വരാം. ഫൈനൽ ലുക്ക് കണ്ടവർ ബയോ ഇത് കണ്ടു. അപ്പം നിങ്ങളെ കയ്യിൽ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കവായി ഗ്രീറ്റിംഗ് കാർഡും കൂടി ഉണ്ടാക്കാം. ബുക്ക് മാർക്കും ഉണ്ടാക്കാം. സിമ്പിളായിട്ട് തന്നെയാണ്. നടുപ്പേജ് ഒക്കെ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പർ എടുക്കാം. അതിനുശേഷം അത് ഇങ്ങനെ മടക്കാം. അത് നമുക്ക് വേണമെങ്കിൽ മുമ്പിൽ ഞാനിപ്പം ഒട്ടിച്ച പോലെ നമുക്ക് ഇതേ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. അതായത് സിമ്പിളാണ്. ഈ ഒരു പേജ് അങ്ങോട്ട് മടക്കിയാൽ മതി. നിങ്ങൾക്ക് സിമ്പിളാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കവായി സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല എഴുത്തോ എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ വരച്ച് എന്തെങ്കിലും ക്യൂട്ടാക്കി വെച്ചാൽ മതി. ഈ കാർഡിനും വലിയ പ്രത്യേകതയൊന്നുമില്ല. ഒരു നടുപ്പേജ് എടുക്കാം, ഒരു ബുക്ക് പോലെ. അതിനുശേഷം നമുക്ക് മുമ്പിൽ എന്തൊക്കെ എഴുതണം അതൊക്കെ എഴുതാം. കവായിലൊരു കവായി ഒക്കെ ഒട്ടിച്ചു